ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിന് ഭയങ്കര ഒരു സ്ഥാനമാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രധാന സ്ഥാനമാണ് നമ്മുടെ ഉപ്പിനുള്ളത് അല്ലേ. അപ്പം ഉപ്പ് ഇല്ലാത്ത കറികളില്ല. കറികൾക്ക് ഒരു ശകലം ഉപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാലോ ആ കറിക്ക് അതിൻ്റെതായ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഉപ്പിന് ഭയങ്കര പ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിന് നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനുള്ള ഒരു കഴിവും ഉപ്പിനുണ്ട്. അപ്പം നമ്മുടെ അമ്മൂമ്മമാരുടെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറേ നമുക്കറിയാൻ വയ്യാത്ത കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് ഉപ്പിനെ കുറിച്ച് അറിയാനായിട്ട് പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിനെ കുറിച്ചുള്ള ഒരു ഇതാണ്. അപ്പം ഈ ഉപ്പ് വെച്ച് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അത് ചെയ്തോടുകൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം ആ ഉപ്പ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇതിനകത്ത് ഇത് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് അനുഭവം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് കണ്ട ഈ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. എനിക്ക് പ്രയോജനം കിട്ടിയ കാര്യം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ചിലവർ പറയും അങ്ങനല്ല ഇങ്ങനാന്നൊക്കെ പറയും. പക്ഷെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഒരിതുണ്ട്. അതനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ഇതുണ്ടോ, നമ്മുടെ ഉപ്പും കുപ്പി ഇരിക്കുന്നുണ്ടോ, നമ്മുടെ എണ്ണയുടെ കുപ്പി ഇരിക്കുന്നുണ്ടോ. ഇപ്പം നിങ്ങൾ പറയും ഈ വീഡിയോയ്ക്കായിട്ട് ഞാനിത് എടുത്ത് വെച്ചിരിക്കുന്നതല്ല. എൻ്റെ പല വീഡിയോസിലും നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക്. പാചകത്തിൻ്റെ വീഡിയോയിലും അങ്ങനെയുള്ള ഒരുപാട് വീഡിയോയിൽ അറിയാൻ പറ്റും. ഇവിടെ വെച്ച് ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പും കുപ്പിയും എണ്ണയും എവിടെ ഇരിക്കുന്നതെന്ന്. അല്ലാണ്ട് ഇപ്പം ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നതല്ല. അപ്പം ഈ ഉപ്പും കുപ്പിയും എണ്ണയും ഇങ്ങനെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ്. നമുക്ക് ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. പിന്നെ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ വീട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാനുണ്ടല്ലോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ എണ്ണക്കുപ്പിയും ഉപ്പും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇത് ഞാൻ എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ വെച്ചതാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ വെക്കുന്നത് ഒരുപാട് നല്ല കാര്യമാണ് എന്നറിഞ്ഞത്. പക്ഷെ പിന്നെ ഞാനത് മാറ്റാൻ ശ്രമിച്ചിട്ടുമില്ല കേട്ടോ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ദോഷങ്ങളും ഒന്നുമില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉപ്പിന് ഭയങ്കര പ്രധാനമായ സ്ഥാനമാണുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പ് നമ്മൾ ഇടുന്ന പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല നീറ്റായിട്ടുള്ള പാത്രമായിരിക്കണം. അപ്പോൾ അതുപോലെ ചില്ലിൻ്റെ പാത്രം ആയിരിക്കണം കേട്ടോ. ചില്ലിൻ്റെ പാത്രം ആയിരിക്കണം എന്നുള്ള ഒരിതുണ്ട്. ചില്ലിൻ്റെ ഉപ്പിട്ട് വെക്കണം. പിന്നെ നമ്മളല്ലാത്ത പാത്രങ്ങളിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉപ്പല്ലേ, അപ്പം അത് തുരുമ്പിച്ചൊക്കെ ഇങ്ങനെ പോകാനായിട്ടുള്ള ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത് വെറുതെ നമ്മൾ ഉപ്പും കുപ്പിയെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ വെക്കാനായിട്ട് പാടില്ല. പകരം എന്ത് ചെയ്യണം, പകരം ഇതിനടിയിലൊരു പ്ലേറ്റോ അല്ലെങ്കിൽ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനടിയിൽ പ്ലേറ്റ് വെച്ച് കുറച്ച് നാൾ ഞാൻ പ്ലേറ്റാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പ്ലേറ്റ് ഉണ്ടല്ലോ ഒരുമാതിരി തുരുമ്പെടുത്താൽ ഞാൻ കാണിച്ചു തരാം. പ്ലേറ്റ് ഒരു സെക്കൻഡ്. ഇത് കണ്ടോ, ഈ പ്ലേറ്റ് കണ്ടോ, ഈ പ്ലേറ്റിൻ്റെ നടുക്കത്തെ കുത്ത് കണ്ടോ, ഈ തുരുമ്പ് കണ്ടോ, ഇതിങ്ങനെ ഇത് കണ്ടോ, ഇത് നമ്മൾ തേച്ച് കഴുകാലൊന്നും പോകില്ല. ഇതിനകത്താണ് ആദ്യം ഞാൻ ഈ ഉപ്പ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ വെച്ച് ഈ പാത്രം ഒരു പരുവായി കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പാത്രം കിഴിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഈ പാത്രം മാറ്റിയിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. വെറുതെ ഇറക്കി വെച്ചിരിക്കുകയല്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഇതിനകത്ത് 1 രൂപയുടെ ഒരു കോയിനാണ് കിടക്കുന്നത്. കണ്ടോ, 1 രൂപയുടെ ഒരു കോയിൻ കിടക്കുന്നത് കണ്ടോ നിങ്ങൾ, കണ്ടോ. അപ്പം ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് 1 രൂപ കോയിൻ ഇട്ടതിന് ശേഷം വേണം നല്ല വൃത്തിയായിട്ടിരിക്കണം ഉപ്പും കുപ്പി. എന്നിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ കുറച്ച് നാൾ കഴിയുമ്പം ഇത് ഉപ്പല്ലേ, ഈ കോയിൻ ഉണ്ടല്ലോ, ഇതുണ്ടോ, ഇതെനിക്ക് അറിയാൻ പറ്റി. അന്ന് തൊട്ട് ഞാൻ ഈ കോയിൻ ഇതിനകത്ത് ഇട്ടിട്ട്
ഈ ഉപ്പും കുപ്പി ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വെക്കുന്നതിലൂടെ നമുക്ക് ഭയങ്കര സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പിന്നെ നമുക്ക് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്തു വെച്ചതിന് ശേഷമാണ് കേട്ടോ എൻ്റെ 2 പിള്ളേരുടെ കല്യാണം. ഒരാളുടെ കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും അറിയാലോ, രണ്ടാമത്തെ മോൻ്റെ കല്യാണവും ഉറച്ചിരിക്കുന്ന കാര്യം അറിയാലോ. അപ്പം അതൊക്കെ അല്ലാണ്ട് തന്നെ നമുക്ക് കൂടുതൽ സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. ഞാനിത് സത്യമായ കാര്യമാണ് പറയുന്നത്. കുറേ നാളാകുമ്പോൾ എന്താ കോയിൻ ഇങ്ങനെ വരും കണ്ട, ഉപ്പിൻ്റെ ആ വീര്യം കൊണ്ട് വരുന്നതാണിത്. അപ്പം നമ്മൾ ഇടയ്ക്ക് എടുത്തിട്ട് ഈ കോയിനൊന്ന് വൃത്തിയാക്കി, ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയതാട്ടെ. ഇത് നിറച്ചതാ ഇതുപോലത്തെ തുരുമ്പ് പിടിച്ചിരിക്കുമായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വൃത്തിയാക്കിയതാണിത്. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഉപ്പും കുപ്പി ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി കേട്ടോ. വേറെ ഒന്നും ചെയ്യണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഉപ്പിൻ്റെ കുപ്പി നിറഞ്ഞിരിക്കണം, കാലിയാകാനായിട്ട് പാടില്ല. നിറഞ്ഞിരിക്കണം എന്ന് വെച്ചാൽ തുളുമ്പയല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറേ ഉപ്പ് എടുത്തിട്ടുള്ളതാണ്. അപ്പം ഇത് ചിലവർ ഉപ്പും കുപ്പി ഇങ്ങനെ തൂത്ത് വടിക്കത്തില്ലേ, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉപ്പും കുപ്പി ഇങ്ങനെ തൂത്ത് വടിച്ച് ഈ ഉപ്പ് നിറയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിന് ദോഷം ചെയ്യുമെന്ന് പറയും. അതുപോലെ ഉപ്പ് കൈ കൊടുക്കാൻ പാടില്ല എന്ന് പറയും. ഉപ്പ് കൈ കൊടുക്കരുത്. ചിലവരിപ്പോൾ ഇപ്പോഴൊന്നുമില്ല, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഉപ്പ് താ, ഇത്തിരി പഞ്ചസാര താന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ അടുത്തുള്ളവരൊക്കെ വരാറുണ്ട്. ഇപ്പം തന്നെ അങ്ങനെ ആരും ഒന്നും വരാറില്ല. അപ്പോൾ ഉപ്പ് നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അത് കയ്യിൽ കൊടുക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഉപ്പും കുപ്പി, ഉപ്പ് മേടിക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉപ്പ് വാങ്ങിച്ചിട്ട് ഈ കുപ്പിയിൽ നിറയ്ക്കുന്നതും നമുക്ക് ഒരുപാട് നല്ല കാര്യമാണ്. ഇതിപ്പം ഞാൻ കുറേ നാളായി ചെയ്തു വെച്ചേട്ടോ. ഇതിപ്പം നിങ്ങൾക്ക് ഈ കോയിൻ കണ്ടാൽ കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഇത് നല്ല ഒരു കാര്യമാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം നമുക്ക് ഇവിടെ വെച്ചേക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പും കുപ്പി എടുക്കുക. ഉപ്പും കുപ്പിയിൽ കുറച്ച് ഉപ്പ് നിറയ്ക്കുക. നല്ലതായിട്ട് കഴുകി വൃത്തിയുള്ളൊരു ചില്ലിൻ്റെ കുപ്പി എടുക്കുക, അല്ലെങ്കിൽ ബൗളോ ഭരണിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ചില്ലായിരിക്കണം. എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് നിറയ്ക്കുക. ഉപ്പ് നിറച്ചതിന് ശേഷം 5 രൂപയുടെ ഒരു കോയിൻ, ഇപ്പം 5 രൂപ കോയിനൊക്കെ ഇഷ്ടമാതിരി ഉണ്ടല്ലോ, 5 രൂപയുടെ ഒരു കോയിന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മേളിൽ നിറച്ച് ഉപ്പ് നിറച്ച് വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിന് കറിക്ക് എടുക്കാനുള്ള ഉപ്പ് അതിൽ നിന്ന് നമ്മൾ ആവശ്യത്തിന് എടുക്കുക. അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് നല്ല കാര്യമാണ്. നമ്മുടെ അടുക്കളയ്ക്ക് നല്ല ഐശ്വര്യമൊക്കെ കിട്ടും. നമ്മുടെ അടുക്കളയ്ക്ക് മാത്രമല്ല നമ്മുടെ വീടിനും കിട്ടും. അപ്പം നമുക്കതിൽ കൂടെ സാമ്പത്തിക പുരോഗതിയൊക്കെ നേരിടും. പണ്ടുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇത് കേട്ടോ. ഇത് നമുക്ക് പണ്ടുള്ളവർക്ക് ശരിക്കറിയാം. നമ്മളെപ്പോലുള്ള കുറേ പേർക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ എനിക്കും ഇതുപോലെ പറഞ്ഞു തന്ന കാര്യമാണ് ഒരാൾ. അപ്പം അത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ 1 രൂപ കോയിൻ അതിലിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ല വ്യത്യാസമാണ്. നമ്മുടെ വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷവും ടെൻഷനൊക്കെ ഒഴിവാക്കുക ചെയ്യാതെ. എന്തുകൊണ്ടാണ്? നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ ഉപ്പ് വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സാധ്യമാകുന്നത്. അങ്ങനെ ചെയ്തു വെക്കുക. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് നിറച്ച് കല്ലുപ്പ് നിറച്ചിട്ട് 3/4 ഭാഗം കല്ലുപ്പ് നിറച്ചിട്ട് അതിനകത്ത് 5 ഗ്രാമ്പും ഇങ്ങനെ കുത്തി വെച്ചിട്ട് നമ്മുടെ റൂമിലെല്ലാം ഒരു ദിവസം ഒരു റൂമിൽ വെച്ചു, പിറ്റേ ദിവസം വേറെ റൂമിൽ വെച്ച്, എത്ര റൂമുണ്ടോ അങ്ങനെ ഓരോ ദിവസം ഓരോ റൂമിൽ വെച്ചതിന് ശേഷം ഈ ഉപ്പെടുത്തിട്ട്, ഈ ഉപ്പും ഗ്രാമ്പും എടുത്തിട്ട് നമ്മൾ ചവിട്ടാത്തരത്ത് കൊണ്ട് കളയുക, അല്ലെങ്കിൽ നമ്മുടെ സെങ്കിനകത്തോട്ട് ആ ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കളഞ്ഞാലും മതി. അങ്ങനെ ഉപ്പിന് പല 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 കാര്യങ്ങളുണ്ട് എന്നിപ്പോൾ മനസ്സിലായില്ല. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ പറയത്തില്ല കണ്ണും ദോഷമൊക്കെ കിട്ടിയെന്ന് പറയത്തില്ല. അപ്പോൾ കല്ലുപ്പും മുളകും കടുകും എല്ലാം കൂടെ ഇതുങ്ങളുടെ മുഖത്തിങ്ങനെ ഒഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പിലേക്ക് കൊണ്ടിടുന്ന ഒരു പണി ഉണ്ടായിരുന്നല്ലേ, അതെ അല്ലേ, ശരിയല്ലേ വരട്ടെ. എന്നിട്ട് നമ്മൾ പറയും ഈ കണ്ണും ദോഷം ഉള്ളതാണെങ്കിൽ ഈ മുളകിൻ്റെ മണം നമുക്ക് വരില്ല. അപ്പം അല്ലെങ്കിൽ തന്നെ ഒരു മുളക് അടുപ്പിൽ പോയാൽ എന്തൊരു സ്മെല്ലാണ്, നമുക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ലല്ലേ. അതേസമയം അത് ഒരു കുഞ്ഞിൻ്റെ മുഖത്തിങ്ങനെ ഒഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക. ആ മുളകിനൊട്ടും കണ്ണും ദോഷം ഉള്ളതാണെങ്കിൽ ആ മുളകിന് ഈ കുത്തുന്ന സ്മെല്ലേ വരത്തില്ല. അപ്പോൾ പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മയൊക്കെ പറയാം, നമ്മുടെ പിള്ളേരൊക്കെ കുഞ്ഞാരൊക്കെ പൊഴിഞ്ഞിട്ടിട്ട് ഞങ്ങളുടെ അമ്മയൊക്കെ പറയുമായിരുന്നു, കണ്ട മുളകിൻ്റെ ഒരു ചെറിയ സ്മെല്ല് പോലും വരുന്നില്ലല്ലോ എന്ന് പറയാമായിരുന്നു. കുഞ്ഞു പിള്ളേർക്ക് കണ്ണൻ ദോഷമൊക്കെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മുളകും എല്ലാം കൂടെ ഒഴിഞ്ഞിടുന്ന ഒരു ഇതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മളും വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് ശരീരം വേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും വെള്ളം ചൂടാക്കിയില്ലെങ്കിലും കുളിക്കാൻ എടുക്കുന്ന പച്ചവെള്ളമാണെങ്കിലും ശരി, അതിനകത്തോട്ട് കുറച്ച് കല്ലുപ്പ് വരയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫ്രഷായി നമ്മുടെ ദേഹത്തിൻ്റെ വേദനയൊക്കെ ശരിക്കും മാറി ഒരു ഫീല് കിട്ടും.
അതുപോലെ തന്നെ നമ്മുടെ വീടൊക്കെ നമ്മൾ തുടയ്ക്കുമല്ലോ, തുടയ്ക്കുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ലോഷനൊക്കെ ഒഴിക്കുമല്ലോ. ഇവരെ കല്ലുപ്പ് കുറച്ച് വാരിയിട്ടിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ആ വെള്ളം കൊണ്ട് നമ്മുടെ വീട് ഫുള്ള് തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം ഇല്ലാതാകും. അപ്പോൾ ഉപ്പിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. അപ്പം ഇത് അറിയാൻ വയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ 3/4 നമുക്ക് പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. ഇത് വലിയ നഷ്ടമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഒരു ഉപ്പും കുപ്പി നമ്മുടെ വീട്ടിൽ ഉണ്ട്, എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലേ. ഉപ്പില്ലാത്ത വീടുകൾ ഇല്ല. അപ്പം നമ്മൾ ഈ ഉപ്പും കുപ്പിയെ വേറൊരു പാത്രത്തിലോട്ട് ഇറക്കി വെച്ചിട്ട് അതിനകത്തോട്ട് 1 രൂപ കോയിൻ ഇട്ടിട്ട് നമ്മുടെ ഈ ഉപ്പും കുപ്പി ഞാൻ കാണിച്ചു തന്നില്ല, അങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മതി. ആർക്കും ഒരു ഉപദ്രവവും ഇല്ല, നമ്മുടെ കയ്യിൽ നിന്ന് പണനഷ്ടവും ഇല്ല, ഒന്നുമില്ല. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.